അവിടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഹായ്, മല്ലൂഷൻസിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മനപ്പുറപ്പുറം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതിയാവ് അടുത്ത മാളയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പോൾ സൗണ്ട് കേൾക്കാം. എന്താണെന്ന് വെച്ചാൽ കൃഷി ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇത്തവണ നെൽകൃഷി. അപ്പോൾ അത് കൊയ്ത്ത ഏകദേശം ഇപ്പോൾ കഴിയാറായി. ഇപ്പം മെതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചാക്കെട്ടിലൊക്കെ നെല്ലൊക്കെ എല്ലാം ചാക്കിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ മെതി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടെക്നോളജി ഉപയോഗിച്ചാണ്, വെച്ചാൽ മെഷീൻ ഉപയോഗിച്ചാണ്. നേരത്തെ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും അമ്മച്ചിമാരെ കൂടി ഒന്ന് മെതിക്കുന്നൊരു സ്റ്റൈലെന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്റ്റൈൽ തന്നെയായിരുന്നു അത് കാണാനായിട്ട്, കാഴ്ച കാണാനായിട്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ആളുകളില്ല മെതിക്കാനായിട്ട്, പിന്നെ അറിയുന്ന ആൾക്കാരില്ല. പണ്ടത്തെ ആളുകൾക്ക് തന്നെ കൂടുതൽ അറിയുന്നത് മെതിക്കുന്ന ഒരു കാഴ്ച എന്തായാലും കണ്ടിട്ട് വരും. നമ്മുടെ ചേട്ടന്മാരൊക്കെ ഭയങ്കര വർക്കിനാണ് ഇവിടെ. എല്ലാം കൊയ്ത് കൊണ്ടുവന്ന് ഇവിടെ കണ്ട ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എടുത്ത് ഇവിടെ നമ്മുടെ മിഷീൻ ഇവിടെ അടുത്തിരിക്കണം കേട്ടോ. ഇത് പറഞ്ഞ എല്ലാം ഇവിടെ കൊണ്ടു നോക്കും, ഇവിടെ ടേബിളിൽ കൊണ്ടു നോക്കും. അതായിട്ട് നമ്മുടെ സ്ഥാപിച്ചാടൻ അതെടുത്ത് ആ മിഷീൻ്റെ അകത്തേക്ക് ഇടും. അത് ഇതിനെ കൂടി തന്നെ എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുക്കി കിടന്നങ്ങനെ അടിച്ച് അതിൻ്റെ നെല്ലുകൾ ഇങ്ങനെ മാറും. അതിൽ ആ വൈക്കോല് ആ ഭാഗത്തുകൂടി തെറിച്ച് പുറത്തേക്ക് വരും. ആ ഭാഗത്തുകൂടി തെറിച്ച് പുറത്തേക്ക് വരും. ഇവിടുന്ന് കെട്ടികളങ്ങാട് കയറ്റിയിടും. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കാണാം രണ്ട് സ്ഥലങ്ങളും. ഒന്ന് നെല്ല് മാത്രമായിട്ട് വരും, മറ്റേത് ചവറും നെല്ലും കൂടി വരും. അതൊന്നും കൂടി എടുത്ത് അവർ രണ്ടാമത് ചെയ്യും. ബാക്കി വേസ്റ്റുകൾ കുറച്ച് ഇതിലെ കൂടി പുറത്തേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ കൊയ്ത്തത് ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തേക്കണം. അവർ ടീ ടൈമായി. അപ്പോൾ എല്ലാവരും അങ്ങാടേക്ക് മാറി. ഇത് രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ചായ കാത്തിരിക്കുകയല്ലേ? ചായ ഇപ്പോൾ കടി ഇപ്പോൾ വരാനായിട്ട് കടി വന്നു കഴിഞ്ഞാൽ ചായ കുടിയാണ്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഈ മെഷീൻ എടുക്കുന്നത്? ആദ്യമായിട്ട്. ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു? ഇവിടെ മെതി ആയിരുന്നല്ലേ? കാലുകൊണ്ടുള്ള അത് കാണാനൊരു രസമായിരുന്നല്ലേ? പിന്നെ ആളുകൾ നിരന്ന്. പക്ഷെ ഇതങ്ങനെ പെട്ടെന്ന് പണി തരും അല്ലേ? അല്ല, ആളെ കിട്ടാത്തോണ്ടാണ്, അല്ലെങ്കിൽ എളുപ്പത്തിനാണ് ഈ ഇതെടുത്തത്? ആളില്ലാണ്ടല്ലേ നമ്മുടെ അടുത്തിങ്ങനെ ചേട്ടനെന്ന് വെച്ചാൽ നമ്മുടെ കൃഷിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കണം. പ്രസിഡന്റാണ്. ആ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. പണ്ട് കാലത്ത് 5 തൂണി കൊയ്താൽ 1 തൂണി കൊയ്ത്തുകാരനുള്ളതാണ്. മറിക്കും, കൊയ്ത്തുകാരന് പദമായിട്ട് മറിക്കും. പദം എന്നാണ് പറയണത് അതിന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചുരുട്ട് ചുവന്ന് കളത്തിൽ കൊണ്ടുവന്ന് മെതിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു വാരെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ബാക്കി വരുന്ന നെല്ലിങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കൂട്ടിയിടും. ആയിട്ട് കോരുകൊട്ടയ്ക്ക് മുതലാളി അല്ലെങ്കിൽ അതിൻ്റെ കാവൽക്കാരൻ തട്ടിക്കൊടുക്കും. തട്ടിക്കൊടുക്കുമ്പോൾ ഒരു കൊട്ട നെല്ലുണ്ടാവും, കുറഞ്ഞത് 2 പറ എൻ്റെ അടുത്ത് നെല്ലുണ്ടാവും. അത്ര നല്ല പദമാണ്. നല്ല പദമാണ് പൊക്കാളിക്ക് പണ്ട് മുതലേ കൊടുക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ. അന്ന് നമ്മളെന്ന് പറഞ്ഞാൽ കാവൽക്കാരന് എന്ന് പറഞ്ഞാൽ ഈ 1 ഏക്കർ നിലമുണ്ടെങ്കിൽ ഒരു വളപ്പ് ഇടുക എന്ന് പറയും. ഒരു 10 കറ്റ, പറഞ്ഞ ഒരു 10 കറ്റയെങ്കിലും കൊയ്യത്തക്ക രീതിയിൽ അവകാശമായിട്ട് അവനെന്ന് കൊടുക്കുന്നത് ഒരു വളപ്പാണ്. അത് അവന് സ്വന്തമായിട്ട് കൊയ്തെടുക്കാം, വീട്ടിൽ കൊണ്ടുപോകാം. ഇങ്ങനെയാണ് പണ്ട് കാലത്തുള്ള രീതി. അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ കൂലിക്ക് കൊയ്യിക്കുക. സ്ത്രീ തൊഴിലാളികൾ കാലത്ത് മുതൽ 8 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 12 രൂപ തച്ചു കൊടുക്കണം. ഇത് നെല്ല് ഒന്നില്ലെങ്കിൽ അരിയായിട്ട് കുത്തി കൊടുക്കും. ജൈവ നെല്ലാണല്ലോ, തീർത്തും ജൈവമാണ്. ഇതിൽ യാതൊരു വളവും ഒരു ഇംഗ്ലീഷ് വളവും ഒന്നും ചെയ്യാതെ നമ്മുടെ പ്രകൃതിദത്തമായ നെല്ലായി കിട്ടുന്നത്. അല്ല, ഇതിപ്പോൾ എങ്ങോട്ട് കൊടുക്കുന്നത്? ഇത് നമ്മൾ ഇങ്ങനെ തന്നെ ഇപ്പോഴത്തെ സംവിധാനം ഇങ്ങനെ തന്നെ നമ്മൾ നെല്ല് കൊണ്ടേ കൊടുക്കുകയാണെങ്കിൽ അവർ പുഴുങ്ങി കുത്തി തരും, അരിയാക്കി തരും. അതല്ല എങ്കിൽ ഇത് വിത്തായിട്ട് കൃഷിഭവനിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട്. നെല്ല് വിത്തായിട്ട് അവർക്ക് വിത്താക്കാൻ വേണ്ടിയിട്ട്. ഇത് വയറ്റില 9 വയറ്റില 10 എന്ന് പറയുന്ന പൊക്കാളിയിൽ നിന്ന് വികസിപ്പിച്ചെടുത്തൊരു വിത്തായിരുന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സമ്പ്രദായം.
അപ്പോൾ സുഹൃത്തുക്കളെ ചേട്ടന്മാർ ഇവരൊക്കെ ഇപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, റെസ്റ്റിംഗ് ടൈമാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ മലയാടൊക്കെ ഇപ്പോൾ എല്ലായിടത്തും കൃഷികൾ വളരെ കുറവാണ്. ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഇങ്ങനെ ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റുന്നുള്ളൂ. ഞാനപ്പോൾ ഈ കൃഷി തുടങ്ങിയ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ആയിരുന്നു വെച്ചാൽ പിന്നെ ഇവരുടെ കൂടെ കൂടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വർക്കുകളൊക്കെ വന്നതുകൊണ്ട് നമുക്ക് കൂടാൻ പറ്റില്ല. എന്തായാലും അടുത്ത ദിവസം കുറച്ച് ദിവസം കൂടി ഇനി ഇവിടെ കൊയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒന്ന് കൊയ്യാനായിട്ട് ഇത് പറ്റുകയാണെങ്കിൽ അടുത്ത ദിവസം ഇറങ്ങിയാണ്. അപ്പോൾ എന്തായാലും ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല കാഴ്ചകളുമായി നമ്മൾ വീണ്ടും പറ്റുന്നതായിരിക്കും. അതുവരേക്കും ഓക്കെ, ബൈ.